നരേന്ദ്രമോദി ഒടുവിൽ ബിജെപിയുടെ പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടു. LK അദ്വാനി എന്ന മുന്നണി പോരാളിയെ ഇടിച്ചൊതുക്കി മൂലക്കിരുത്തിയതിനു ശേഷം നടത്തിയ പടയോട്ടത്തിന്റെ വിജയാഘോഷങ്ങളും ഉണ്ടായി. മോദിയെ കിരീടമണിയിക്കാനുള്ള ചടങ്ങുകളാണ് ഇനി. ആദ്യം മോദിയെ സ്വീകരിക്കൽ. രാജാവാദി രാജ രാജമാർത്താണ്ഡ രാജഗംഭീര രാജകുല തിലക രാജപരാക്രമ രാജവൈരാഗ്യ മാമന്നർ 23 പുലികേസി പരാഗ് പരാഗ് പരാഗ്. ഇനി അടവുകളാണ്. നാടകം ഏറെ ആടി ശീലിച്ച മോദിയെ തോൽപ്പിക്കും വിധം അദ്വാനിയും അഭിനയിച്ചു. മോദിയെ നേതാവായി അദ്വാനി നിർദ്ദേശിക്കുകയും ചെയ്തു. ഇപ്പോഴും ഉള്ളിൽ കലിപ്പ് തീരാത്ത സുഷമ സ്വരാജ് അടക്കമുള്ളവർ പിന്തുണച്ചു. എങ്ങും അടവുകൾ പ്രദർശിപ്പിക്കാൻ മത്സരിക്കുന്നവർ മാത്രം. ഘടകം ഒഴിവ് ഘടകത്തിലൊഴിവ്. ആ കാലുകൾ എന്റേതാണ്. നീ പൊന്നപ്പനല്ലടാ, തങ്കപ്പൻ തങ്കപ്പൻ. പിന്നെ ശവനം. ഇനി വിഖ്യാതമായ ആ പ്രസംഗമാണ്. മോദിയുടെ കരുണയിലാണ് BJP ഭരണത്തിൽ എത്തിയത് എന്ന അദ്വാനിയുടെ പ്രഖ്യാപനം തിരുത്തുന്ന പ്രസംഗം. അദ്വാനിയുടെ മഹത്തരങ്ങൾ പറഞ്ഞു പറഞ്ഞ് പൊട്ടിക്കരയുകയും ചെയ്തു മോദി. സ്കൂളിൽ ഉച്ചയ്ക്ക് ഞാൻ പച്ചവെള്ളമാണ് കുടിക്കുന്നതെന്ന് മനസ്സിലാക്കി എന്റെ മുന്നിലേക്ക് ചോറ്റുപാത്രം നീട്ടി തന്ന എന്റെ ബാലൻ. അവന്റെ അച്ഛൻ കാണാതെ മോഷ്ടിച്ചെടുത്ത പണം കൊണ്ട് സിനിമാ ടാക്കീസിൽ ബെഞ്ചിലിരുന്ന് ഞങ്ങൾ സിനിമകൾ കണ്ടു, കടലമുട്ടായി വാങ്ങി തന്നു. സ്വന്തം ജീവിതത്തെക്കാൾ ഞാൻ നന്നാവണമെന്നും വളർന്ന് വലിയ ഉയരങ്ങളിലെത്തണമെന്നും അവൻ ആഗ്രഹിച്ചു. അവന്റെ അച്ഛൻ ഊണ് കഴിക്കാൻ പോകുന്ന തക്കം നോക്കി അവൻ എനിക്ക് മുടി വെട്ടിത്തരും. എനിക്ക് വായിക്കാൻ പുസ്തകങ്ങൾ തരും. എന്നിലൊരു നടനുണ്ടെന്ന് ആദ്യമായിട്ട് പറയുന്നത് അവനായിരുന്നു. അവനിലൂടെയാണ് ഞാൻ ലോകം കണ്ടത്. अडवाणी जी ने एक शब्द प्रयोग किया. मैं अडवाणी जी से प्रार्थना करता हूं कि वो शब्द उपयोग न करें. उन्होंने कहा नरेंद्र भाई ने कृपा की. എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചവനായിരുന്നു. ഒടുവിൽ സിനിമ പഠിക്കാൻ മദ്രാസിലേക്ക് പോകുമ്പോൾ കാതിലെ കടുക്കൻ വിട്ട് കാശുമായി അവൻ എന്റെ അടുത്തേക്ക് നിലകണ്ണുകളോടെ ഞാൻ ചോദിച്ചു, മലായി കടങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കിട്ടു. അപ്പോ പറഞ്ഞു, എനിക്കൊന്നും തിരിച്ചു വേണ്ട. നാളെ ഒരു സഹായം ആവശ്യപ്പെട്ട് ഇതുപോലെ ഒരാൾ നിന്നെ തേടി വരും. നിനക്കത് ചെയ്യാൻ കഴിയുമെങ്കിൽ അപ്പോൾ മാത്രം എന്നെ ഓർത്താൽ മതി. क्या मां की सेवा कभी कृपा हो सकती है? കോർപ്പറേറ്റുകൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ സീറ്റുകൾ ബുക്ക് ചെയ്തു കഴിഞ്ഞു എന്നാണ് കേൾക്കുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ആരെന്നും എന്തെന്നും ആർക്കറിയാം എന്ന പതിവ് പല്ലവി പാടുകയാണ് ജനം. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് ഹാരമണിക്കൽ. സമുദ്രം തീരത്തല്ലി ആറാട്ടിനാനകളെഴുന്നള്ളി